അള്ളാഹുവെ, സങ്കീർണമായി കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ബഹ്റൈനിലെയും കുവൈറ്റിലെയും UAE-യിലെയും ഒമാനിലെയും അതുപോലെ തന്നെ മറ്റു ഖത്തറിലെയും സൗദിയിലെയും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലെ വിവിധ ഗൾഫ് മേഖലകളിലെ പ്രവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കോവിഡിന് സമാനമായി പടച്ചവനെ എല്ലാം വളരെ വിജനമായി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എയർപോർട്ടുകളും മാറി വരാനും പോകാനുമുള്ളവർക്ക് വളരെ പ്രയാസം അനുഭവിച്ചു കഴിയുമ്പോൾ അള്ളാഹുവെ, പരിശുദ്ധമായി പള്ളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, അവർക്ക് വേണ്ടി സമാധാനം കൊടുക്കണേ അല്ലാ. പഴയതുപോലെ കാര്യങ്ങൾ നീ ഒന്നുകൂടി പുനഃസംവിധാനിക്കണേ തമ്പുരാനെ. വാശിയും പിടിവാശിയും ദുർവാശിയും ഒക്കെ ഭരണാധികാരികളിൽ നിന്ന് നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആയുധ കച്ചവടത്തിലൂടെ പരസ്പരം തല്ലിച്ച് സന്തോഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും തമ്മിൽ തല്ലിക്കുന്ന സയനിസ്റ്റ് ഭീകരന്മാരെ നീ നിലയ്ക്ക് നിർത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, സയനിസത്തെ നീ പരാജയപ്പെടുത്തണം തമ്പുരാനെ. അള്ളാഹുവെ, എന്നേക്കുമായി പരാജയപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, പിടഞ്ഞു വീഴുന്നവർക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അവർക്ക് ധീര മുജാഹിദുകളുടെ പവർ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നൂറുകണക്കിന് കുഞ്ഞുമക്കൾ അള്ളാഹുവെ, ആ പരിശുദ്ധമായ ആ റമളാൻ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട പ്രിയപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധികളായ പൊന്നുമക്കൾ പെടഞ്ഞു വീണ് മരിച്ചുപോയി തമ്പുരാനെ. ആ മക്കൾക്കും നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, നാളത്തെ സുപ്രഭാതം പടച്ചവനെ, യുദ്ധം അവസാനിച്ചു എന്ന സന്തോഷകരമായ വാർത്ത എല്ലാവരുടെയും കാതുകളിൽ നീ എത്തിക്കണേ തമ്പുരാനെ. ഭീകരമാണ് സാമ്പത്തിക മാന്ദ്യവും അള്ളാഹുവെ, അതുപോലെ തന്നെ എല്ലാ നിലയിലുമുള്ള ദാരിദ്ര്യവും ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ലോകത്തുള്ള എല്ലാ ജനങ്ങളും നേരിടേണ്ട ഒരു സാഹചര്യമാണ് തമ്പുരാനെ. വിലക്കയറ്റവും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വളരെ ചോദ്യചിഹ്നമാണ് തമ്പുരാനെ. അള്ളാഹുവെ, ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ സൗകര്യം തരണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം നാട്ടിലെത്താനുള്ള സൗകര്യങ്ങൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ നിന്റെ ഹിഫ്ളിലായി അവിടെ നീ എത്തിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അടച്ചിട്ട റൂമുകളിൽ കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്ന് നീണ്ട ക്യൂവാണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ എന്നറിയാൻ കഴിഞ്ഞു. പടച്ചവനെ, അവരെ നീ സാമ്പത്തികവും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും നീ അവരെ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അവരുടെ ശാരീരികമായ എല്ലാ വൈഷമ്യങ്ങളും മാനസികമായ വ്യഥകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ്. തവക്കൽനാ അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.